മജ്ജ്‌മ നികായ 146 നന്ദഗോവാദ സൂത്ത്. ആയുഷ്മാൻ നന്ദകൻ കൊടുക്കുന്ന ഉപദേശമാണ് ഈ സൂത്രത്തിൻ്റെ അടിസ്ഥാനം. ഈ സൂത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 500 ഭിക്ഷുണികൾക്ക് ആയുഷ്മാൻ നന്ദകൻ ഈ സൂത്രം ഒരിക്കൽ ഉപദേശിച്ചു. എന്നാൽ അവരിൽ ആർക്കും തന്നെ നിബ്ബാണം ലഭിച്ചില്ല. അതിനാൽ ഭഗവാൻ വീണ്ടും ഇതേ ഉപദേശം തന്നെ അടുത്ത ദിവസവും ഇതേപോലെ തന്നെ കേൾപ്പിക്കാൻ പറയുന്നു. ആയുഷ്മാൻ നന്ദകൻ ഇതേപോലെ തന്നെ അവരെ കേൾപ്പിക്കുന്നു. ആ 500 ഭിക്ഷുണികളും നിർവ്വാണം നേടി. അതാണ് ഈ സൂത്രത്തിൻ്റെ പ്രത്യേകത. അതിനാൽ ഈ സൂത്രം 2 തവണ കേൾക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനിങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് മഹാപ്രജാപതി ഗൗതമി 500 ഭിക്ഷുണികളുമായിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്നതിന് ശേഷം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ദയവ് ചെയ്ത് ബന്ദേ ഭിക്ഷുണികൾക്ക് ഉപദേശം കൊടുത്താലും, ദയവ് ചെയ്ത് ബന്ദേ ഭിക്ഷുണികൾക്ക് നിർദ്ദേശം കൊടുത്താലും, ദയവ് ചെയ്ത് ബന്ദേ ഭിക്ഷുണികൾക്ക് ധമ്മകഥ പറഞ്ഞാലും. ആ സമയത്ത് മുതിർന്ന ഭിക്ഷുക്കൾ ഊഴമനുസരിച്ചിട്ടാണ് ഭിക്ഷുണികൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് ആയുഷ്മാൻ നന്ദകൻ്റെ ഊഴമായിരുന്നു. പക്ഷേ അദ്ദേഹം അവരെ ഉപദേശിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഭഗവാൻ ആയുഷ്മാൻ ആനന്ദനോട് പറഞ്ഞു: ആനന്ദ, ഭിക്ഷുണികൾക്ക് ഉപദേശം കൊടുക്കാനുള്ള ഊഴം ഇന്ന് ആരുടേതാണ്? അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞു: ബന്ദേ, ഇന്ന് ആയുഷ്മാൻ നന്ദകൻ്റെ ഊഴമാണ്. അദ്ദേഹമാണ് ഭിക്ഷുണികൾക്ക് ഉപദേശം കൊടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ ആയുഷ്മാൻ നന്ദകനോട് ഇങ്ങനെ പറഞ്ഞു: നന്ദക, ദയവ് ചെയ്ത് ഭിക്ഷുണികളെ ഉപദേശിച്ചാലും, ഭിക്ഷുണികൾക്ക് നിർദ്ദേശം കൊടുത്താലും, ബ്രാഹ്മണ, ഭിക്ഷുണികൾക്ക് ധമ്മകഥ കേൾപ്പിക്കൂ. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആയുഷ്മാൻ നന്ദകൻ ഉത്തരം കൊടുത്തു. അതിനുശേഷം രാവിലെ തൻ്റെ ചീവരമെല്ലാം അണിഞ്ഞുകൊണ്ട് ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് ശ്രാവസ്തിയിൽ ഭിക്ഷാടനത്തിന് ഇറങ്ങി. ശ്രാവസ്തിയിൽ അദ്ദേഹം ഭിക്ഷാടനത്തിന് വേണ്ടി നടന്നു. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് രാജാവിൻ്റെ ആശ്രമം അല്ലെങ്കിൽ രാജകാരാമോ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ഭിക്ഷുവും ഉണ്ടായിരുന്നു. ഇത് ഭിക്ഷുക്കളുടെ ഒരു നിയമമാണ്. അതായത് ഒരു ഭിക്ഷു തനിച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കരുത്. മറ്റേതെങ്കിലും ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ ഒപ്പം നിർത്തിയിട്ട് വേണം സംസാരിക്കാൻ. ആ സമയത്ത് ആ ഭിക്ഷുണികൾ ആയുഷ്മാൻ നന്ദകൻ ദൂരത്തുനിന്ന് തന്നെ വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അവർ ഇരിക്കാനുള്ള ഒരു ആസനം തയ്യാറാക്കി അതിനുശേഷം കാല് കഴുകാനുള്ള വെള്ളവും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആയുഷ്മാൻ നന്ദകൻ ആ വിരിച്ചു വെച്ചിരിക്കുന്ന ആസനത്തിലിരുന്നു. അതിനുശേഷം തൻ്റെ കാലുകൾ കഴുകി. അപ്പോൾ ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ നന്ദകനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. ആയുഷ്മാൻ നന്ദകൻ അവരോട് പറഞ്ഞു: സഹോദരിമാരെ, ഈ ധർമ്മകഥ എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായി എന്ന് പറയണം. നിങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ട്, മനസ്സിലായിട്ടില്ല എങ്കിൽ എന്നോട് അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കണം: ബന്ദേ, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞത്? എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ആ ഭിക്ഷുണികൾ പറഞ്ഞു: ആയുഷ്മാൻ നന്ദകനിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രസന്നരാണ്. എന്തെന്നാൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ആയുഷ്മാൻ നന്ദകൻ ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ അകത്തുള്ള 5 ആയതനങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആയുഷ്മാൻ നന്ദകൻ പറഞ്ഞു: സഹോദരിമാരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ചക്ഷു നിത്യമാണോ അനിത്യമാണോ? അതായത് കണ്ണ് നിത്യമാണോ അനിത്യമാണോ? അപ്പോൾ ആ ഭിക്ഷുണികൾ പറഞ്ഞു: അനിത്യമാണ് ബന്ദേ. അപ്പോൾ നന്ദകൻ പറഞ്ഞു: ഏതൊരു കാര്യം അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ഭിക്ഷുണികൾ പറഞ്ഞു: ദുഃഖമാണ് ബന്ദേ. ആയുഷ്മാൻ നന്ദകൻ ഇങ്ങനെ പറഞ്ഞു: ഏതൊരു കാര്യം അനിത്യമാണോ ദുഃഖമാണോ നാശമുള്ളതാണോ അതിനെ ഈ രീതിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമേ അത്താതി, എൻ്റെ അത്ത അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഭിക്ഷുണികൾ പറഞ്ഞു: ഇല്ല ബന്ദേ. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നത്. സഹോദരിമാരെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? സോതം അല്ലെങ്കിൽ കാത് നിത്യമാണോ അനിത്യമാണോ? ഘാണം അല്ലെങ്കിൽ മൂക്ക് നിത്യമാണോ അനിത്യമാണോ?
ജിഹ്വ അല്ലെങ്കിൽ നാവ് നിത്യമാണോ അനിത്യമാണോ? കായ അല്ലെങ്കിൽ ശരീരം നിത്യമാണോ അനിത്യമാണോ? മനസ്സ് നിത്യമാണോ അനിത്യമാണോ? ഇതിനെല്ലാം ഭിക്ഷുണികൾ പറഞ്ഞു അനിത്യമാണ് ബന്ധേ. അപ്പോൾ ഏതൊരു കാര്യം അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊരു കാര്യം അനിത്യമാണ്, ദുഃഖമാണ്, നാശവാൻ ആണ് എങ്കിൽ അതിനെ ഇങ്ങനെ നമ്മൾക്ക് കരുതാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമേ അത്താദി, ഇത് എൻ്റെ അത്ത അല്ലെങ്കിൽ ഞാനാണ് എന്ന് ഇല്ല ബന്ധേ. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഭിക്ഷുണികൾ പറഞ്ഞു, ബന്ധേ, എന്തെന്നാൽ ഇതിനു മുൻപ് തന്നെ ഞങ്ങൾ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി യഥാബോധം ഇതിനെ അറിഞ്ഞിട്ടുണ്ട്. ഈ ഉള്ളിലുള്ള 6 ആയതനവും അനിത്യമാണ്. അപ്പോൾ ആയുഷ്മാൻ നന്ദകൻ പറഞ്ഞു, സാധു സാധു സഹോദരിമാരെ, വളരെ നന്നായി സഹോദരിമാരെ, ഇത് ഇപ്രകാരം തന്നെയാണ് ഒരു ആര്യശ്രാവകൻ യഥാബോധം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി കാണുന്ന ഒരു ആര്യശ്രാവകന് ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സഹോദരിമാരെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇനി പറയാൻ പോകുന്നത് പുറത്തുള്ള ആയതനങ്ങളെക്കുറിച്ചിട്ടാണ്. രൂപം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊരു കാര്യം അനിത്യമാണ് എങ്കിൽ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. അഥവാ ഈ കാര്യങ്ങൾ അനിത്യമാണ്, ദുഃഖമാണ്, നാശവാനാണ് എങ്കിൽ അതിനെ നമ്മൾക്ക് ഇങ്ങനെ കരുതാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമേ അത്താദി, ഇത് എൻ്റെ അത്ത ആണ് എന്ന് ഇല്ല ബന്ധേ. സഹോദരിമാരെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ശബ്ദം നിത്യമാണോ അനിത്യമാണോ? ഗന്ധം നിത്യമാണോ അനിത്യമാണോ? രസം നിത്യമാണോ അനിത്യമാണോ? ഫോടപ്പം അല്ലെങ്കിൽ സ്പർശം നിത്യമാണോ അനിത്യമാണോ? ധമ്മം, അതായത് മനസ്സിലുള്ള ധർമ്മം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. അഥവാ ഇത് അനിത്യമാണ്, ദുഃഖമാണ്, നാശമുള്ളതാണ് എങ്കിൽ അതിനെ ഇങ്ങനെ നമ്മൾക്ക് വിചാരിക്കാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. യേസോഹമസ്മി, ഞാൻ ഇതാണ്. യേസോമേ അത്താദി, ഇത് എൻ്റെ അത്തയാണെന്ന് ഇല്ല ബന്ധേ. സഹോദരിമാരെ, അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ബന്ധേ, ഞങ്ങൾ മുൻപ് തന്നെ ഇതിനെ യഥാബോധം എപ്രകാരമോ അപ്രകാരം തന്നെ സമ്മപ്പഞ്ഞായ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഞങ്ങൾ അതിനെ കണ്ടിട്ടുണ്ട്. ഈ 6 വെളിയുള്ള ആയതനങ്ങൾ അനിച്ഛയാണ്. അപ്പോൾ ആയുഷ്മാൻ നന്ദകൻ പറഞ്ഞു, സാധു സാധു ഭഗിനിയോ. സഹോദരിമാരെ, ഏതൊരു ആര്യശ്രാവകൻ ഈ കാര്യങ്ങളെ യഥാബോധം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി കാണുന്നുവോ അവർക്ക് ഇപ്രകാരം തന്നെയാണ് അനുഭവമാകുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് 6 വിജ്ഞാനങ്ങളെക്കുറിച്ചിട്ടാണ്. സഹോദരിമാരെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ചക്ഷുവിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിച്ഛമാണോ ദുഃഖമാണോ നാശവാൻ ആയതാണോ അതിനെ ഈ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന് ഇല്ല ബന്ധേ. സഹോദരിമാരെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ശ്രോതവിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? ഘാണവിജ്ഞാനം, അതായത് മൂക്കിൻ്റെ വിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? ജിഹ്വാവിജ്ഞാനം, നാവിൻ്റെ വിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? കായവിജ്ഞാനം, കായയുടെ വിജ്ഞാനം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? മനോവിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ നാശമുള്ളതാണോ അതിനെ നമ്മൾക്ക് ഇങ്ങനെ വിചാരിക്കാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അത്ത ആണ് എന്ന് ഇല്ല ബന്ധേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ബന്ധേ, ഞങ്ങൾ മുൻപ് തന്നെ ഈ കാര്യങ്ങളെ യഥാബോധം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി കണ്ടിട്ടുണ്ട്. ഈ 6 വിജ്ഞാനങ്ങൾ അത് അനിത്യമാണ്. സാധു സാധു ഭഗിനിയോ. വളരെ നന്നായി സഹോദരികളെ, ഏതൊരു ആര്യ ശ്രാവകൻ യഥാബോധം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി കാണുന്നുവോ അത് ഇപ്രകാരം തന്നെയാണ്. ഉദാഹരണമായിട്ട് സഹോദരിമാരെ, ഒരു എണ്ണയുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ എണ്ണ, തിരി, ജ്വാല,
പ്രകാശം എല്ലാം തന്നെ അനിത്യമാണ്, നാശമുള്ളതാണ്. എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, ഈ എണ്ണയുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള എണ്ണ, തിരി, ജ്വാല എല്ലാം തന്നെ അനിത്യമാണ്, നാശമുള്ളതാണ്. എന്നാൽ ആ പ്രകാശം മാത്രം നിത്യമാണ്, ധ്രുവമാണ്, ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ശരിയായിട്ടാണോ സംസാരിക്കുന്നത്? അല്ല ബന്ധേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ എണ്ണവിളക്കിൻ്റെ എണ്ണ, തിരി, ജ്വാല എല്ലാം തന്നെ അനിത്യമാണ്, നാശമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രകാശവും തീർച്ചയായിട്ടും അനിത്യമായിരിക്കും, നാശമുള്ളതായിരിക്കും. സഹോദരിമാരെ, ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, ഈ ഉള്ളിലുള്ള 6 ആയതനങ്ങളും അനിത്യമാണ്. എന്നാൽ വേദനയാവട്ടെ അത് സുഖകരമാകാം, ദുഃഖകരമാകാം, അദുഃഖ അസുഖ, അതായത് ന്യൂട്രലായിട്ടുള്ള വേദന അല്ലെങ്കിൽ അനുഭവമായിരിക്കാം. ഈ അകത്തുള്ള 6 ആയതനങ്ങൾ മൂലം ഞാൻ അനുഭവിക്കുന്ന ആ വേദന മാത്രം അത് നിത്യമാണ്, ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, നഷ്ടമാകാത്തതാണ്. എങ്കിൽ അവർ പറയുന്ന കാര്യം ശരിയാണോ? ഇല്ല ബന്ധേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ബന്ധേ, ഏതെങ്കിലും പ്രത്യയത്തെ ആശ്രയിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കാരണത്തെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ വേദനകൾ ഉൽപ്പന്നമാകുന്നത്. അപ്പോൾ ആ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യയങ്ങൾ നിരോധമാകുന്ന സമയത്ത് അതുമൂലമുണ്ടാകുന്ന ആ വേദനകളും നിരോധമാകുന്നു. സാധു ഭഗിനിയോ. സഹോദരിമാരെ, ഒരു ആര്യ ശ്രാവകൻ യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി കാണുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണമായിട്ട് സഹോദരിമാരെ, ഒരു മഹാവൃക്ഷം, അതിൻ്റെ ഉള്ളിൽ കാതലുണ്ട്. അങ്ങനെ ഒരു മഹാവൃക്ഷം ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ വേര്, തടി, ശിഖരം, ഇലകൾ, അതിൻ്റെ നിഴൽ എല്ലാം തന്നെ അനിത്യമാണ്, നാശമുള്ളതാണ്. എന്നാൽ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണെന്ന് കരുതുക, അവിടെ വലിയ കാതലുള്ള ഒരു വൃക്ഷമുണ്ട്. അതിൻ്റെ വേര്, തടി, ശിഖരം, ഇലകൾ എല്ലാം തന്നെ അനിത്യമാണ്, നാശമാണ്. എന്നാൽ അതിൻ്റെ നിഴൽ നിത്യമാണ്, ശാശ്വതമാണ്, ധ്രുവമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. സഹോദരിമാരെ, ആ വ്യക്തി പറയുന്നത് ശരിയായിട്ടാണോ പറയുന്നത്? അല്ല ബന്ധേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ബന്ധേ, ആ വലിയ വൃക്ഷത്തിൻ്റെ വേര്, തടി, ശാഖ, ഇലകൾ എല്ലാം തന്നെ അനിത്യമാണ്, നാശമുള്ളതാണ്. എന്നാൽ ആ മരത്തെ ആശ്രയിച്ചിട്ടുണ്ടാകുന്ന ആ നിഴലും അനിത്യമാണ്, നാശമുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരിമാരെ, ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, ഈ 6 പുറത്തുള്ള ആയതനവും അല്ലെങ്കിൽ ഇന്ദ്രിയവും അനിത്യമാണ്. എന്നാൽ ഈ 6 ആയതനങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദന, അത് സുഖമാകട്ടെ, ദുഃഖമാകട്ടെ, അദുഃഖ അസുഖമാകട്ടെ, അതായത് ന്യൂട്രലാകട്ടെ, ആ വേദന അത് നിത്യമാണ്, ധ്രുവമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, നാശമില്ലാത്തതാണ്. സഹോദരിമാരെ, ആ വ്യക്തി ശരിയായിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്? അല്ല ബന്ധേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ബന്ധേ, ആ പ്രത്യയത്തിൽ അല്ലെങ്കിൽ ഹേതുവിൽ ആശ്രയിച്ചിട്ടാണ് ആ വേദന ഉൽപ്പന്നമാകുന്നത്. ആ ഓരോ പ്രത്യയവും അല്ലെങ്കിൽ കാരണവും നിരോധമാകുന്ന സമയത്ത് അതുമൂലം ഉണ്ടാകുന്ന ആ വേദനയും നിരോധമാകുന്നു. സാധു സഹോദരിമാരെ, ഇപ്രകാരം തന്നെയാണ് ഒരു ആര്യശ്രാവകൻ യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി കാണുന്ന സമയത്ത് സംഭവിക്കുന്നത്. സഹോദരിമാരെ, ഒരു വിദഗ്ധനായിട്ടുള്ള പശുവിനെ കൊല്ലുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായി ഒരു പശുവിനെ കൊല്ലുകയാണ്. എന്നിട്ട് മൂർച്ചയുള്ള ഒരു വാക്കത്തി കൊണ്ട് അതിനെ വേർപിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള മാംസത്തെയും അതേപോലെ തന്നെ പുറത്തുള്ള തൊലിയെയും ക്ഷതപ്പെടുത്താതെ അവർ അരിയുകയാണ്. അതിനുശേഷം അവർ ആ മാംസത്തെയും അതേപോലെ തന്നെ സ്നായുവിനെയും അതേപോലെ തന്നെ അതിനെ ബന്ധിപ്പിക്കുന്ന മാംസങ്ങളെയും അവർ ഉള്ളിലൂടെ മുറിക്കുന്നു, ഛേദിക്കുന്നു, അതിൻ്റെ ബന്ധനമില്ലാതാക്കുന്നു, അതിലൂടെ മുറിക്കുന്നു. അതിനുശേഷം പുറമേയുള്ള അതിൻ്റെ ചർമ്മത്തെയും അവർ ഉരിച്ചെടുക്കുന്നു. എന്നിട്ട് വീണ്ടും അവർ ആ പശുവിനെ ആ ചർമ്മം കൊണ്ട് തന്നെ മൂടുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഈ പശു വീണ്ടും ഈ ചർമ്മത്തോട് മുൻപ് പോലെ തന്നെ യോജിച്ചിരിക്കുകയാണ്.
സഹോദരിമാരെ, അവർ പറയുന്നത് ശരിയാണോ? അല്ല ബന്ദേ. അത് എന്തുകൊണ്ടാണ് ബന്ദേ? എന്തെന്നാൽ വിദഗ്ധനായിട്ടുള്ള പശുവിനെ കൊല്ലുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായി ഒരു പശുവിനെ അതിൻ്റെ തൊലിക്കും ഉള്ളിലുള്ള മാംസത്തിനും ക്ഷതം വരുത്താതെ കൊല്ലുന്നു. എന്നിട്ട് അവർ തൊലിക്ക് ക്ഷതം വരുത്താതെ ഉള്ളിലുള്ള മാംസത്തെ മുറിക്കുന്നു. അതിൻ്റെ സ്നായുവിനെയും ബന്ധിപ്പിക്കുന്ന മറ്റെല്ലാ മാംസകഷ്ണങ്ങളെയും അരിഞ്ഞ് വേർപെടുത്തുന്നു. അതിനുശേഷം അവർ തൊലിയെ അരിഞ്ഞ് പുറത്തെടുക്കുന്നു. വീണ്ടും ആ തൊലി കൊണ്ട് ആ പശുവിനെ മൂടുന്നു. എന്നിട്ട് അവർ ഇങ്ങനെ പറയുകയാണ്, നേരത്തെ പോലെ തന്നെ ഈ പശു ഈ തൊലിയുമായിട്ട് ബന്ധിക്കപ്പെട്ടതാണ്. എന്നാൽ ആ പശു വീണ്ടും ആ തൊലിയുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടില്ല. സഹോദരിമാരെ, ഞാൻ ഈ ഉപമ പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാക്കാനാണ്. ആ കാര്യം ഇതാണ്. ഉള്ളിലുള്ള മാംസം എന്ന് പറയുന്നത് ഉള്ളിലുള്ള 6 ആയതനങ്ങളാണ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാണ്. പുറത്തുള്ള തൊലി പറയുന്നത് 6 പുറത്തുള്ള ആയതനങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള ഇന്ദ്രിയ ക്ഷേത്രമാണ്. അതിനെ ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, അതേപോലെ തന്നെ മാംസത്തിൻ്റെ നാരുകൾ എല്ലാം തന്നെ നന്ദി രാഗത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അതായത് നന്ദി എന്ന് പറയുമ്പോൾ ആസ്വാദനം, രാഗം എന്ന് പറയുമ്പോൾ രാഗം. മാംസത്തെ മുറിക്കുന്ന ആ മൂർച്ചയേറിയ വാക്കത്തി എന്നുള്ളത് ആര്യജ്ഞാനം തന്നെയാണ്. ഈ ആര്യജ്ഞാനമാണ് അതിനെ ബന്ധിപ്പിക്കുന്ന, സംയോജിപ്പിക്കുന്ന ബന്ധനത്തെ, ക്ലേശത്തെ വെട്ടിമുറിക്കുന്നത്, അരിഞ്ഞു കളയുന്നത്, ബന്ധനത്തെ ഇല്ലാതാക്കുന്നത്. സഹോദരിമാരെ, ഈ 7 ബോധ്യാംഗങ്ങളുണ്ട്. അതായത് ബോധിയുടെ 7 അംഗങ്ങൾ. ഈ 7 ബോധ്യാംഗങ്ങളെ ഭാവന ചെയ്യുകയാണ്, വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അതുമൂലം ആ ഭിക്ഷുവിൻ്റെ ആസവങ്ങൾ ക്ഷയിച്ച് അനാസവമായിട്ട് ചേതോ വിമുക്തിയും പന്യാവിമുക്തിയും സ്വയം ദർശിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. ഈ 7 ബോധ്യംഗങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഭഗിണിയോ ഭിക്ഷു സതീസംബോധ്യംഗം ഭാവേതി വിവേകനിശ്ചിതം വിരാഗനിശ്ചിതം നിരോധനിശ്ചിതം വോസഗപരിണാമം. സഹോദരിമാരെ, ഒരു ഭിക്ഷു ഈ സതീസംബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു. അത് വിവേകത്തിൽ ആശ്രിതമാണ്, വിരാഗത്തിൽ ആശ്രിതമാണ്, നിരോധത്തിൽ ആശ്രിതമാണ്, ഉപേക്ഷയിൽ ആശ്രിതമാണ്. അതേപോലെ തന്നെ ധമ്മവിജയ ബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. വീര്യ സംബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. പീതി സംബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. പസദ്ദി സംബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. സമാധി സംബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഉപേക്ഷ സംബോധ്യംഗത്തെ ഭാവന ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അത് വിരാഗത്തിൽ ആശ്രിതമാണ്, നിരോധത്തിൽ ആശ്രിതമാണ്, വിവേകത്തിൽ ആശ്രിതമാണ്, ഉപേക്ഷയിൽ ആശ്രിതമാണ്. സഹോദരിമാരെ, ഈ 7 ബോധ്യംഗങ്ങൾ അതിനെ നമ്മൾ ഭാവന ചെയ്യുകയാണ്, വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ആ ഭിക്ഷു ആസവങ്ങൾ ക്ഷയിപ്പിച്ചുകൊണ്ട് അനാസവമായിട്ട് ചേതോ വിമുക്തി, പന്യാവിമുക്തി അത് രണ്ടും ഈ ജീവിതത്തിൽ തന്നെ സ്വയം സാക്ഷാത്കരിച്ച് അത് നേടുന്നു. അങ്ങനെ ആയുഷ്മാൻ നന്ദകൻ ഈ ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം ഭിക്ഷുണികളെ അവരോട് ഇങ്ങനെ പറയുന്നു, സഹോദരിമാരെ, നിങ്ങൾക്ക് പോകാം, സമയമായി. അപ്പോൾ ആ ഭിക്ഷുണികൾ എല്ലാം തന്നെ ആയുഷ്മാൻ നന്ദകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് യോജിച്ചു, അത് ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ അവരുടെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ആയുഷ്മാൻ നന്ദകനെ വന്ദിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വലതുവശത്ത് വരത്തക്ക വിധം പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പോയി. അതിനുശേഷം ആ ഭിക്ഷുണികൾ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്നു. ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുണികളെ, നിങ്ങൾക്ക് പോകാം, സമയമായി. അപ്പോൾ ആ ഭിക്ഷുണികൾ ഭഗവാനെ വന്ദിച്ചു. ഭഗവാൻ വലതുവശത്ത് വരത്തക്ക വിധം അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോയി. അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് ഇത് ഒരു ഉപോസത്ത ദിനമാണ്, 14ാമത്തെ ദിനമാണ് എന്ന് കരുതുക. നിങ്ങൾക്ക് അധികം ആൾക്കാരെ ലഭിക്കില്ല. ചന്ദ്രൻ പൂർണ്ണനാണോ ഇല്ലയോ എന്ന് അവർക്ക് സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും പൂർണ്ണവുമല്ല. അതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ. ആയുഷ്മാൻ നന്ദകൻ്റെ ഉപദേശത്താൽ ഈ ഭിക്ഷുണികൾ അവരുടെ മനസ്സ് ഉത്സാഹത്താൽ നിറഞ്ഞു. എന്നാൽ ഇപ്പോഴും അവർ ആഗ്രഹിച്ചത് അവർക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷം ഭഗവാൻ ആയുഷ്മാൻ നന്ദകനോട് പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ നന്ദക, നാളെ വീണ്ടും ഈ ഭിക്ഷുണികൾക്ക് ഇതേ ഉപദേശം തന്നെ ആവർത്തിക്കുക. ശരി ബന്ദേ എന്ന് ആയുഷ്മാൻ നന്ദകൻ പ്രത്യുത്തരം കൊടുത്തു. അതിനുശേഷം ആയുഷ്മാൻ നന്ദകൻ അടുത്ത ദിവസവും ആ ഭിക്ഷുണികളുടെ അടുത്ത് പോയി ഇതേ ഉപദേശം അദ്ദേഹം ആവർത്തിക്കുന്നു. ഞാൻ വീണ്ടും ആ ഉപദേശം ആവർത്തിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ഈ ഉപദേശം ആദ്യം മുതൽ ഒന്നുകൂടി കേൾക്കുക. അതിനുശേഷം ആ ഭിക്ഷുണികൾ അവിടെ നിന്ന് പോയതിന് ശേഷം ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ ഇങ്ങനെ കരുതുക, ഇത് ഒരു ഉപോസത്ത ദിനമാണ്, 14ാമത്തെ ദിനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം ആൾക്കാരെ ലഭിക്കില്ല. അവർ വിചാരിക്കും ചന്ദ്രൻ പൂർണ്ണനാണോ അല്ലയോ എന്ന്. എന്നാൽ ഇപ്പോൾ ചന്ദ്രൻ പൂർണ്ണനാണ്. അതുപോലെ തന്നെയാണ് ഈ ഭിക്ഷുണികൾ ആയുഷ്മാൻ നന്ദൻ്റെ ഉപദേശത്താൽ അവർ പ്രസന്നരായി. അതുപോലെ തന്നെ അവർ എന്ത് ആഗ്രഹിച്ചുവോ അത് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിലുള്ള എല്ലാ ഭിക്ഷുണികളും ഏറ്റവും കുറഞ്ഞത് ശ്രോതാപന്നൻ്റെ ഫലം നേടിയിട്ടുണ്ട്. അവർ ഒരിക്കലും അധോലോകത്തിൽ ജനിക്കില്ല, അവർക്ക് സംബോധി ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുകൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തൃപ്തരായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിൽ അനുമോദനം ചെയ്തു. നന്ദഗോവാദ സുത്തം നിഠിതം. അതായത് നമ്മൾ ശ്രോതാപന്നൻ്റെ, അതായത് മുക്തിയുടെ ആദ്യത്തെ അവസ്ഥ നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നീട് അധോഗതിയിൽ ജനിക്കില്ല. നമ്മൾ മനുഷ്യലോകത്ത് അല്ലെങ്കിൽ ദേവലോകത്തായിരിക്കും വീണ്ടും ജനിക്കുക. അവിടുന്ന് നമ്മൾ അടുത്ത മുക്തിയുടെ അവസ്ഥകൾ ലഭിക്കും. സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.